പുത്തൻ പ്രാർത്ഥനകളും ഗാനങ്ങളുമായി പുതിയൊരു കുരിശിന്റെ വഴി തയ്യാറാക്കിയിരിക്കുകയാണ് തൃശൂർ അതിരൂപതയിലെ മുതിർന്ന വൈദികനായ ബഹുമാനപ്പെട്ട ഫാദർ ജോർജ് തേർമഠം. കുരിശേന്തി മനുഷ്യപുത്രൻ സഹനത്തിൻ വഴിയേ നടന്ന യാത്ര, കണ്ണീരിനനുഭവങ്ങൾ മാത്രം നിറയുന്ന കഥനയാത്ര. കുരിശും കുഞ്ഞാടും എന്നാണ് പുതിയ കുരിശിന്റെ വഴി പ്രാർത്ഥനയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. തന്റെ പൗരോഹിത്യ സ്വീകരണത്തിന്റെ സുവർണ ജൂബിലി വർഷത്തിലാണ് ഫാദർ ജോർജ് തേർമഠം കുരിശിന്റെ വഴി പുതിയ രീതിയിൽ എഴുതി തയ്യാറാക്കിയത്. ഗായകനും സംഗീത സംവിധായകനുമായ KL ആന്റണി ആവശ്യപ്പെട്ടതനുസരിച്ച് വളരെ കുറച്ച് നാളുകൾ കൊണ്ടാണ് തേർമഠമച്ചൻ കുരിശും കുഞ്ഞാടും എഴുതിയത്. ഈ സംശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശും കുഞ്ഞാടും എന്ന കുരിശിൻ്റെ വഴി എഴുതാനുള്ളതിൻ്റെ പശ്ചാത്തലം ചെറുതായിട്ട് ഞാനൊന്ന് വിവരിക്കാം. 2023 എൻ്റെ പൗരോഹിത്യത്തിൻ്റെ സുവർണ ജൂബിലി വർഷമായിരുന്നു. ഈ പുസ്തകത്തിൻ്റെ സമർപ്പണത്തിൽ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ മുമ്പ് നടന്ന ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. അഭിമന്യ കുണ്ടുകുളം പിതാവ് ഞങ്ങളെ 5 ഡീക്കന്മാരെ മംഗലപ്പുഴ സെമിനാരിയിൽ വെച്ച് കാണുകയുണ്ടായി. തുടക്കം എങ്ങനെയാണ്? ഹായ്, പുത്തനച്ഛന്മാരാകാൻ പോവാണല്ലോ, എന്താ പറയുന്നത്? അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനാ അച്ഛന്മാരാവുന്നത്? അപ്പോൾ ഒന്നാമത്തെ ശമാശൻ പറഞ്ഞു, എല്ലാ ദിവസവും ചൈതന്യമുള്ള ഒരു കുർബാന ചൊല്ലണം എന്നാണ് എൻ്റെ ഉള്ളിലെ ആഗ്രഹം. രണ്ടാമത്തെ ശമാശൻ പറഞ്ഞു, വചനപ്രഘോഷണം വഴി ജനത്തെ മാനസാന്തരപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. മൂന്നാമത്തെ ശമാശനാകട്ടെ, എനിക്ക് നല്ലൊരു കുമ്പസാരക്കാരനാവണം എന്നുള്ളതാണ് താല്പര്യം. സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് എനിക്ക് താല്പര്യമെന്ന് നാലാമത്തെ ശമാശൻ പറഞ്ഞു. അടുത്ത ചോദ്യം പിന്നെ എന്നോടാണ്, നീ എന്ത് പറയണു? ഞാൻ പറഞ്ഞു, എൻ്റെ സ്വന്തം ആത്മരക്ഷയ്ക്കും മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്കും വേണ്ടിയാണ് ഞാൻ അച്ഛനാവുന്നത്. അപ്പോൾ ബിഷപ്പ് പറഞ്ഞു, എല്ലാവരും പറഞ്ഞത് വളരെ നല്ല കാര്യങ്ങളാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ ശരി തേർമഠം പറഞ്ഞതാണ്. സ്വന്തം ആത്മാവിനെ അപകടപ്പെടുത്തിയിട്ട് മറ്റാത്മാക്കളെ രക്ഷിച്ചിട്ട് എന്താ കാര്യം എന്നാണ് പിതാവ് ചോദിക്കുന്നത്. അതാണ് തേർമഠം പറഞ്ഞത്. എനിക്ക് സ്വന്തം ആത്മരക്ഷ പ്ലസ് മറ്റുള്ളവരുടെ ആത്മരക്ഷ. ഗോൾഡൻ ജൂബിലിയെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരുന്ന ഈ പശ്ചാത്തലത്തിൽ ആത്മരക്ഷയ്ക്ക് ഉതകുന്ന കുരിശിൻ്റെ വഴി പലതും ഞാൻ വായിച്ചിട്ടുണ്ട് ഇതിനകം. അതിവിടെ തുറന്ന് പറയാണ്, കുരിശിൻ്റെ വഴി പലപ്പോഴും ഒരു ദുഃഖവെള്ളിയുടെ പ്രതീതിയാണ് ഉളവാക്കുക. എന്നാൽ കർത്താവിൻ്റെ ഉത്ഥാനശേഷം ഗുഡ് ഫ്രൈഡേയുടെ സന്തോഷത്തിൻ്റെ പ്രത്യാശയുടെ പ്രതീതി ഉളവാക്കുന്ന ഒരു കുരിശിൻ്റെ വഴിയാണ് ഞാൻ മനസ്സിൽ എപ്പോഴും കാണാറുള്ളത്. ഇപ്പോഴും കാണുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു ഗുഡ് ഫ്രൈഡേയുടെ പ്രതീതി ഉളവാക്കുന്ന കുരിശിൻ്റെ വഴി. ഈ അവസരത്തിലാണ് ഗായകനും സംഗീത സംവിധായകനുമായ KL ആൻ്റണിയുടെ അഭ്യർത്ഥന എൻ്റെ പക്കലെത്തുന്നത്. ആൻ്റണിക്ക് പറയാനുള്ള വാക്കുകൾ ആൻ്റണി തന്നെ ഇവിടെ അവതരിപ്പിക്കുന്നതാണ് ഈ അവസരത്തിൽ.
അച്ഛൻ പറഞ്ഞ പോലെ ഈ കുരിശിൻ്റെ വഴി നമുക്ക് പല വിധത്തിലുള്ള കുരിശിൻ്റെ വഴി നമുക്കുണ്ടല്ലോ. ഞാൻ വിശുദ്ധ കുർബാന പെസഹ വിരുന്ന് അത് ട്യൂൺ ചെയ്ത് പാടി, അതുപോലെ ലുത്തുനിയ ട്യൂൺ ചെയ്ത് പാടി. അപ്പോൾ ഇതിന് ഈശോയ്ക്ക് വേണ്ടി കുരിശിൻ്റെ വഴി ചെയ്യുക എന്ന വലിയൊരു ആഗ്രഹത്തോടെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഞങ്ങളുടെ വികാരിച്ചനായ ജോസ് തത്രത്തിലച്ഛനോട് പറയുകയാണ്, അച്ഛാ കുരിശിൻ്റെ വഴി ചെയ്താൽ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഈശോയ്ക്ക് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ അതൊന്ന് എഴുതി തന്നാൽ, അങ്ങനെയാണ് ഞാൻ തത്രത്തിലച്ഛനോട് പറഞ്ഞത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ആൻ്റണി, എല്ലാം കൊണ്ടും കുരിശിൻ്റെ വഴി എഴുതാൻ യോഗ്യനായത് നമ്മുടെ പേർമടച്ചനാണ്. എങ്കിൽ പിന്നെ അത് മതി, അച്ഛനോട് സംസാരിക്കാം. അപ്പോൾ അച്ഛനോട് അത് പറയുകയും ഈ ആഗ്രഹം പറയുകയും അച്ഛൻ അതിന് പ്രാർത്ഥിച്ചൊരുങ്ങി. പിറ്റേ ദിവസം രാവിലെ എനിക്ക് ആ മീറ്ററിൻ്റെ അളവിൽ തന്നെ അച്ഛൻ എനിക്ക് എഴുതി തന്നു. ഞാനത് പ്രാർത്ഥിച്ചൊരുങ്ങി, അച്ഛൻ ഒരുങ്ങിയ പോലെ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി. അതിന് ഞാൻ ഒരു ഈണമിട്ടു. അത് ഞാനിപ്പോൾ ഇവിടെ പാടാം. കുരിശേന്തി മനുഷ്യപുത്രൻ സഹനത്തിൻ വഴിയേ നടന്ന യാത്ര, കണ്ണീരിൻ അനുഭവങ്ങൾ മാത്രം നിറയുന്ന കഥനയാത്ര. ഇത്രയും ശങ്കരാഭരണ രാഗത്തിലാണ് ഞാനത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പാടിയത് ഞാനത് അച്ഛനെ കേൾപ്പിച്ചു. അച്ഛൻ പറഞ്ഞു, ആരണി അത് മനോഹരമായിരിക്കുന്നു, ഇത് തന്നെ മതി, അതിനടുത്തൂടെ കേൾക്കാൻ അച്ഛന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാനത് അതിൻ്റെ അനുപല്ലവിയോട് പാടി. ലോകത്തിൻ പാപം വഹിച്ചോരാ കുഞ്ഞാടിൻ പ്രതിരൂപമാണു നാഥൻ, നമ്മുടെ രക്ഷയ്ക്കായി ശിക്ഷാവിധിയേറ്റ കന്മഷഹീനനവൻ, കർത്താവിൻ കൂടെ നടക്കാമീ യാത്രയിൽ കാൽവരിയോളം നടക്കാം. അച്ഛൻ അതിമനോഹരമായിട്ട് എഴുതി. അത് ദൈവകൃപയാൽ ഇങ്ങനെ ട്യൂൺ ചെയ്ത് എനിക്ക് പാടി കേൾപ്പിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ തൃപ്തനായി. എങ്കിലത് നമുക്ക് തുടരാമെന്ന് പറഞ്ഞ് അച്ഛൻ ബാക്കിയെല്ലാം എഴുതുകയാണ് ഉണ്ടായത്. എല്ലാം ദൈവകൃപ എന്ന പോലെ ഒരു സംശയം കൂടാതെ പറയാനായിട്ട് സാധിക്കും. അച്ഛൻ്റെ അതിമനോഹരമായ വരികൾക്ക് തമ്പുരാൻ തന്ന ഈണമാണത്. ഞാനൊക്കെ അതിൻ്റെ ഒരു ഉപകരണം മാത്രമാണ്. ഇപ്പോൾ നമുക്ക് ശാലോം ടി വിയിലൂടെ അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ലോകമക്കൾക്ക് കാണാനും കേൾക്കാനും ഇടവരുത്തി. അങ്ങനെ ഗുഡ് ഫ്രൈഡേയുടെ ആത്മവീര്യം ഹൃദയത്തിൽ ഞാൻ നിറച്ചു വച്ചു. ആദിമാതാപിതാക്കന്മാരുടെ പാപത്തിന് തക്കതായ പരിഹാരം ചെയ്യാൻ മനുഷ്യരക്ഷകനായ ദൈവപുത്രനായ ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാവശ്യമായ രക്ഷാകര സംഭവങ്ങളാണ് കുരിശിൻ്റെ വഴിയിലെ എല്ലാ രംഗങ്ങളും. കുരിശിലെ ബലിയുടെ ആവർത്തനമായ പരിശുദ്ധ കുർബാനയും ജപമാലയും കുരിശിൻ്റെ വഴിയിലെ രക്ഷാകര സംഭവങ്ങളോട് ചേർന്ന് പോകുന്നവയാണ്. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന ജപമാല കുടുംബത്തിലെ കുർബാനയാണ്. അതിലെ പ്രധാന കാർമ്മികൻ കുടുംബനാഥൻ തന്നെയാണ്. കുർബാനയിൽ വൈദികൻ പ്രധാന കാർമ്മികനാകുന്നത് പോലെ എങ്കിൽ ജപമാലയും കുരിശിൻ്റെ വഴിയും ഏകദേശം കുർബാന പോലെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. പൂർണ്ണമായിട്ടല്ലെങ്കിലും ഏകദേശം കുർബാന പോലെ പ്രാധാന്യമുള്ളവ തന്നെയാണ്. ലിറ്റർജിയുടെ നവീകരണത്തിലെ ജപമാലയ്ക്കും കുരിശിൻ്റെ വഴിക്കും പ്രാധാന്യം കുറയുന്നില്ല എന്ന് നമ്മളിവിടെ ഓർക്കണം. സൃഷ്ടാവായ ദൈവം സൃഷ്ടികർമ്മത്തിന് ശേഷം ഓരോ ദിവസവും തൻ്റെ സൃഷ്ടിയെ ഒന്ന് നോക്കി വിലയിരുത്തി അവിടുന്ന് പറഞ്ഞു, എല്ലാം നന്നായിരിക്കുന്നു. എന്നാൽ ആദത്തിൻ്റെ പാപത്താൽ, നമ്മുടെ ആദിമാതാപിതാക്കന്മാരായ ഹവ്വായുടെയും ആദത്തിൻ്റെയും പാപത്താൽ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ സംവിധാനം പാടെ തകർന്നുപോയി. പ്രപഞ്ചത്തിൻ്റെ തകർന്ന ഈ അവസ്ഥ തുടരാൻ ദൈവം ഇഷ്ടപ്പെട്ടില്ല. തകർക്കപ്പെട്ട സംവിധാനം പുത്രൻ്റെ പീഡാസഹന മരണ ഉത്ഥാനത്തിലൂടെ പുനരുദ്ധരിക്കുകയും ചെയ്തതാണ്
കുരിശിൻ്റെ വഴിയുടെ ഇതിവൃത്തം. ദൈവശക്തി തന്നെയായ പരിശുദ്ധാത്മാവ് വഴി പുത്രൻ വീണ്ടും നേടിയെടുത്ത ഈ സംവിധാനം നിലനിർത്താൻ ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തന്നെ തയ്യാറാകണം. അതവൻ്റെ കടമയും പ്രതിസ്നേഹവുമാണ്. ഈശോയുടെ ഒന്നാമത്തെ വരവിന് സ്വീകാര്യമായ ഒരു ജനതയെ വാർത്തെടുക്കുന്നതിന് യേശുവിന് മുമ്പേ വന്ന സ്നാപയോഹന്നാനെ പോലെ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന്, ലോകാവസാന നാളിലെ വരവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാനും ജനതയെ ഒരുക്കാനും നമുക്ക് കഴിയണം. അതിന് നാം ഓരോരുത്തരും ഓരോ സ്നാപകനായിട്ട് വളരണം, മാറണം. അതിന് സഹനവും കുരിശിൻ്റെ പാതയും പിന്തുടരണം. തകർന്ന ദൈവമനുഷ്യ ബന്ധം അങ്ങനെ പുനഃസ്ഥാപിക്കപ്പെട്ട ഒരു അവസ്ഥ വരണം. ഈ പശ്ചാത്തലത്തിൽ കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കി ഇന്നിൻ്റെ പശ്ചാത്തലത്തിൽ കുരിശും കുഞ്ഞാടും എന്ന ഈ ഗ്രന്ഥം രചിക്കാൻ ഇടയായി. ഗാനങ്ങളും പ്രാർത്ഥനകളും അത്തരത്തിൽ ചിട്ടപ്പെടുത്തി. മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ തന്നെ ജീവിക്കണം, വളരണം. വേറൊരു ലോകത്തിലല്ല ജീവിക്കേണ്ടത്. ഈ ഭൂമിയിൽ ജീവിച്ച് വളരണം. പരസ്പരം ആദരിച്ചും പൊതുഭവനമായ ഭൂമിയെ പരിരക്ഷിച്ചും ജീവിക്കുവാൻ മാനവകുലത്തോട് നിരന്തരം ആഹ്വാനം ചെയ്യുന്ന പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ തൻ്റെ ചാക്രിക ലേഖനത്തിൻ്റെ, അതായത് ലൗദാത്തോ സി എന്ന ചാക്രിക ലേഖനത്തിൻ്റെ ആശയങ്ങളും ഈ കുരിശിൻ്റെ വഴിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന കോടതി ഭാഷയും ഇതിൽ കാണാം. കുരിശോട് വീണുകിടക്കുന്ന മകനെ എഴുന്നേൽക്കുക, ബലി പൂർത്തിയാക്കുക, ഞാനുമുണ്ട് നിൻ്റെ കൂടെ എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്ന പരിശുദ്ധ അമ്മ സഹരക്ഷക ആവുന്നതും നാം ഈ കുരിശിൻ്റെ വഴിയിലൂടെ കാണുന്നു. 12ാം സ്ഥലത്തെ വിവരണങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. മാമോദീസ വഴി ക്രിസ്തുവിനോടുകൂടെ പാപത്തിന് മരിച്ചവരായ നമ്മൾ അവൻ്റെ സാദൃശ്യത്തിൽ ഒരു നാൾ ഉയർക്കുമെന്നും അങ്ങനെ വിശുദ്ധരുടെ സമൂഹത്തിൽ, വിശുദ്ധരുടെ ഐക്യത്തിൽ നാം എല്ലാവരും പങ്കുചേരുമെന്നും ഉറപ്പാക്കുന്ന ഭാഗവും നമുക്കിതിൽ കാണാൻ കഴിയും. വിശുദ്ധരുടെ ഐക്യം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സഭ എന്ന് പറയുന്നത് സമരസഭ, സഹനസഭ, വിജയസഭ, ഈ 3 സഭയും തമ്മിലുള്ള ഐക്യത്തെയാണ് വിശുദ്ധരുടെ ഐക്യം എന്ന് പറയുക. അതും ഈ പരിശുദ്ധമായ കുരിശിൻ്റെ വഴിയിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. കൂടാതെ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന പഴയ പ്രാർത്ഥനയ്ക്ക് പകരം ഗാനരൂപത്തിൽ ഈശോ മിശിഹായെ ആശീർവദിക്കണമേ തുടങ്ങി പ്രാർത്ഥനകൾ പരിഷ്കരിച്ചതും പ്രത്യേകം എടുത്തു പറയാവുന്നവയാണ്. ഓരോ സ്ഥലത്തും ഒരു സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയം എന്നത് ഒഴിവാക്കിയത് ആ പ്രാർത്ഥന മോശമായതുകൊണ്ടല്ല, ദൈർഘ്യം കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ പുതിയ തലമുറയ്ക്ക് പുത്തൻ ആശയങ്ങൾ പുതിയ ഭാഷയിൽ അവതരിപ്പിച്ചത് ഏറെ സ്വാഗതാർഹമാണ് എന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട്. എന്നെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അനുദിനമുള്ള കുരിശും വഹിച്ച് എൻ്റെ പിന്നാലെ വരട്ടെ എന്നാണല്ലോ ഈശോനാഥൻ പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ പിന്നാലെ പരിശുദ്ധ അമ്മയോടൊപ്പം അനുദിന കുരിശും വഹിച്ച് പരാതിയോ പരിഭ്രമമോ കൂടാതെ നമുക്കും കാൽവരിയോളം നടക്കാം. അതിൽ നമുക്ക് സംതൃപ്തി കണ്ടെത്താം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ശാലോം ടെലിവിഷനിൽ കുരിശിന്റെ വഴി സംപ്രേഷണം ചെയ്യുന്നുണ്ട്. തൃശൂർ അതിരൂപതയിലെ കുണ്ടന്നൂർ ദേവാലയത്തിൽ വെച്ചാണ് കുരിശും കുഞ്ഞാടും ചിത്രീകരിച്ചത്. ഗാനരചയിതാവും ഗ്രന്ഥരചയിതാവും കൂടിയായ ഫാദർ ജോർജ് തേർമഠം രചിച്ച പുതിയ കുരിശിന്റെ വഴി പുസ്തകം തൃശൂർ DBCLC ബുക്ക് സ്റ്റാളിലും പുത്തൻപള്ളി ബുക്ക് സ്റ്റാളിലും ലഭ്യമാണ്. 25 രൂപയാണ് പുസ്തകത്തിന്റെ വില.